ദൈവത്തിന് നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യും സ്തുതിക്കുകയും ചെയ്യുന്നു. കർത്താവിൽ പ്രിയരെ, അനുഗ്രഹീതമായ നല്ല ദിവസത്തിൽ ദൈവത്തിൻ്റെ വചനം പറയാൻ വീണ്ടും ഒരവസരം കൂടി ദൈവം തരുന്നതോർത്ത് ദൈവത്തെ വാഴ്ത്തി സ്തുതിച്ചുകൊണ്ട് വചനം കേൾപ്പാൻ താല്പര്യം കാണിക്കുന്ന നിങ്ങൾക്കേവർക്കും വിനീതമായ സ്നേഹവന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് എപ്പോഴും ഞാൻ ചെയ്യുന്നത് പോലെ എൻ്റെ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രവും സ്തുതിയും മഹത്വവും പുകഴ്ചയും എല്ലാം കരയറ്റിക്കൊണ്ട് ഇന്ന് ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ നാം ഒന്നിച്ച് ചിന്തിപ്പാൻ പരിശുദ്ധനായ ദൈവം നൽകുന്ന ദൈവിക ആലോചന നിങ്ങളോട് പങ്കുവയ്ക്കാൻ വേണ്ടി ഒരുങ്ങുകയാണ്. കർത്താവിനെ വാഴ്ത്തി സ്തുതിച്ച് പുകഴ്ത്തിക്കൊണ്ട് അപ്പോസ്തല പ്രവൃത്തി 14-ാം അധ്യായം 17-ാമത്തെ വാക്യം വായിച്ച് എൻ്റെ ദൈവത്തെക്കുറിച്ച് നിങ്ങളെ ചില കാര്യങ്ങൾ ബോധിപ്പിക്കാൻ ഞാൻ ഒരുങ്ങുന്നു. അപ്പോസ്തല പ്രവൃത്തി 14-ാം അധ്യായം 17-ാമത്തെ വാക്യം. എങ്കിലും ദൈവം നന്മ ചെയ്യുകയും ആകാശത്തു നിന്ന് മഴയും ഫലപുഷ്ടിയുള്ള കാലങ്ങളും നിങ്ങൾക്ക് തരികയും ആഹാരവും സന്തോഷവും നൽകി നിങ്ങളെ തൃപ്തരാക്കുകയും ചെയ്തു പോന്നതിനാൽ തന്നെക്കുറിച്ചുള്ള സാക്ഷ്യം തരാതിരുന്നിട്ടില്ല. ഒന്നുകൂടെ ഞാൻ പ്രധാന ഭാഗം വായിക്കാം. ആഹാരവും സന്തോഷവും നൽകി നിങ്ങളെ തൃപ്തരാക്കുകയും ചെയ്തു പോന്നതിനാൽ. ഞാൻ തിരുവെഴുത്തിൽ നിന്ന് നിങ്ങളെ ഓർപ്പിക്കുമ്പോഴൊക്കെയും പറയുന്നത് പോലെ വിശുദ്ധ ബൈബിളിനകത്ത് മനുഷ്യർക്ക് വേണ്ടി ദൈവം എന്തൊക്കെയാണ് ചെയ്യുന്നത്, അതും ദൈവത്തോട് അടുത്ത് നിൽക്കുന്നവരാണെങ്കിൽ, ദൈവത്തെ ആരാധിക്കുന്നവരാണെങ്കിൽ, ദൈവത്തെ ഭക്തിയോടെ കാണുന്നവരാണെങ്കിൽ, വീണ്ടും ജനിച്ചവരാണെങ്കിൽ, യേശുക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ച് അന്യദൈവങ്ങളെ ഒന്നും സേവിക്കാതെ ഈ ദൈവത്തെ മാത്രം ആശ്രയിക്കുന്നവരാണെങ്കിൽ അവർക്ക് വേണ്ടി ഈ ദൈവം എന്തൊക്കെയാണ് ചെയ്യുന്നത്? അയ്യോ, പറഞ്ഞാൽ തീരില്ല, എഴുതിയാൽ തീരില്ല, പ്രസംഗിച്ചാൽ തീരില്ല, വർണ്ണിച്ചാൽ തീരില്ല. സത്യമാണ് ഞാനീ പറയുന്നത്. ദൈവത്തോട് അടുത്തു നോക്കൂ, ദൈവത്തെ സ്നേഹിച്ചു നോക്കൂ, ദൈവത്തെ ബഹുമാനിച്ചു നോക്കൂ, ദൈവത്തെ ഭയപ്പെട്ടു നോക്കൂ. ദൈവം പറയുന്നത് അതുപോലെ ശിരസാ വഹിച്ച് ഈ തിരുവെഴുത്ത് നന്നായി അനുസരിക്കുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി ചെയ്തു തുടങ്ങുന്നത് എത്ര വലിയ കാര്യങ്ങളാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമോ? അയ്യോ, അത് ഗ്രഹിക്കണം. ഈ ഭൂമിയിലെ ആയുസ് കൊണ്ട് ഏറ്റവും അധികം മനസ്സിലാക്കേണ്ടത്, നമുക്ക് കടം തരുന്ന കമ്പനി ആരെങ്കിലും ഉണ്ടോ? ബിസിനസ് തുടങ്ങാൻ സഹായിക്കുന്ന ഏതെങ്കിലും പ്രധാനപ്പെട്ട ബിസിനസ് സ്ഥാപനങ്ങളുണ്ടോ? നമ്മളെ സൗജന്യമായി ഏതെങ്കിലും കാര്യങ്ങൾ തന്ന് നമ്മളെ നടത്തുന്ന, ഇങ്ങനെ ഒത്തിരി അന്വേഷിക്കുന്ന ആൾക്കാരുണ്ട്. കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി അഡ്മിഷൻ എടുക്കുമ്പോൾ സ്കോളർഷിപ്പ് കിട്ടുന്ന സ്ഥാപനമുണ്ടോ? ഫീസ് ഇല്ലാതെ പഠിപ്പിക്കുന്ന സ്ഥാപനമുണ്ടോ? എന്തെല്ലാം കാര്യങ്ങൾ അന്വേഷിക്കുന്നത്. കുറേ സ്ഥാപനങ്ങളൊക്കെ ഉണ്ട്. സർക്കാർ ആനുകൂല്യങ്ങൾ കിട്ടുമോ? അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്. ചിലപ്പോഴൊക്കെ അന്വേഷണം വിജയിച്ചിട്ടുമുണ്ട്. എന്നാൽ ഇത്രയൊക്കെ അന്വേഷിക്കുന്ന മനുഷ്യൻ ദൈവത്തിന് വേണ്ടി ജീവിച്ചാൽ, ദൈവം പറയുന്നതനുസരിച്ചാൽ എന്തൊക്കെയാണ് ഈ ലോകത്തിലും വരുവാനുള്ള ലോകത്തിലും ലഭിക്കുന്നതെന്ന് നാം അന്വേഷിക്കുന്നില്ലെങ്കിൽ അത് കഷ്ടമാണ്. അത് അന്വേഷിക്കുന്നവർ ഭാഗ്യവാന്മാരും അത് അംഗീകരിക്കുകയും അനുസരിക്കുകയും അനുഭവിക്കുകയും ചെയ്യുന്നവർ മഹാഭാഗ്യവാന്മാരുമാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, വേദപുസ്തകം മുഴുവൻ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക്, ദൈവപുത്രനെ അംഗീകരിക്കുന്നവർക്ക്, കാൽവരി ക്രൂശിലെ യേശുക്രിസ്തുവിൻ്റെ പരമയാഗത്തിൽ വിശ്വസിച്ച് ആ രക്തത്താൽ കഴുകൽ പ്രാപിച്ച് ആ വിശ്വാസമാർഗം തിരഞ്ഞെടുത്തവർക്ക്, അവർക്ക് ലഭിക്കുന്ന അനവരതം നന്മകൾ പറഞ്ഞാലും തീരാത്തത്. അത് ഈ പുസ്തകത്തിൽ നിന്ന് നമുക്ക് ഗ്രഹിക്കാൻ പറ്റും. അനുഭവിച്ച ആയിരം ആളുകളുണ്ട്. അവരുടെ സാക്ഷ്യങ്ങളും ഈ ബൈബിളിനകത്തുണ്ട്. നാം അത് മനസ്സിലാക്കണം, നാം അത് ഗ്രഹിക്കണം. ഒരുപാട് കാര്യങ്ങൾ മനുഷ്യർക്ക് വേണ്ടി ഇന്നും ചെയ്യുന്നൊരു ദൈവമുണ്ട്. ഒരു രൂപ നമ്മുടെ കയ്യിൽ നിന്ന് മേടിക്കാതെ, വഴിപാടുകളോ നേർച്ചകളോ ഡിമാൻഡുകളോ ഒന്നുമില്ലാതെ, ദൈവത്തിൻ്റെ സ്വന്തം ആളായാൽ ഒരപ്പൻ മക്കൾക്ക് ചെയ്യുന്നത് പോലെ ചെയ്യുന്ന മഹാദൈവം. ആ ദൈവത്തെ എത്ര സ്തുതിച്ചാലും മതിയാകില്ല. അത് നിങ്ങൾ ഗ്രഹിക്കണം, മനസ്സിലാക്കണം, അനുഭവിക്കണം എന്ന ആഗ്രഹത്തോടെ ഞാൻ ഈ വായിച്ച 17-ാം വാക്യത്തിനകത്ത് ദൈവമായ കർത്താവ് നമുക്ക് വേണ്ടി എന്ന് പറയുമ്പോൾ മനുഷ്യർക്ക് വേണ്ടി എന്ന് വേണം പറയാൻ. അല്ലാതെ എല്ലാം അനുസരിച്ച് എല്ലാം ദൈവത്തെ വേണ്ടി ചെയ്ത് ജീവിച്ചവർക്കുമല്ല. മനുഷ്യനെന്ന നിലയ്ക്ക് ഈ ഭൂമിയിൽ ജീവിച്ചവർക്ക് വേണ്ടി, അവർക്ക് വേണ്ടി ദൈവമായ കർത്താവ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ ഈ ഭാഗത്ത് എഴുതിയിട്ടുണ്ട്. 17-ാം വാക്യത്തിൽ
ഏകദേശം ഒരു 4-5 കൂട്ടം കാര്യങ്ങളെങ്കിലും എഴുതിയിട്ടുണ്ട്. എന്തൊക്കെയാണ് എന്ന് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും കേട്ടോ. ഒന്ന്, ദൈവം നന്മ ചെയ്യും. ദൈവം നന്മ ചെയ്യുന്നത് എന്തായിരിക്കുമെന്ന് പറയാൻ പറ്റൂ. ഒരു നന്മ കരുതി വെച്ചിട്ടുണ്ട് എന്ന് ദൈവം പറഞ്ഞെന്നിരിക്കട്ടെ. ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ പ്രാർത്ഥിക്കുന്നവരല്ലേ? ദൈവത്തെ ആവശ്യമുള്ളവരല്ലേ? ദൈവം നിങ്ങളെ, ഞാനൊന്ന് ഭാവനെ പറയാട്ടോ, ദൈവം നിങ്ങളെ വിളിച്ചിട്ട് അതിനെ ആരെങ്കിലും പറഞ്ഞു വിട്ടിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിലായിക്കോട്ടെ, ദൈവം നിങ്ങളോട് പറയുക, മോനെ ഞാൻ നിനക്കൊരു നന്മ കരുതി വെച്ചിട്ടുണ്ട്, ഞാൻ നിനക്ക് തരാട്ടോ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സ് തുറന്നൊന്ന് ഇമാജിൻ ചെയ്യാൻ പറ്റുമോ? എന്തായിരിക്കും ദൈവം തരാൻ പോകുന്ന നന്മ? ഈ തരുന്ന ആളെ അനുസരിച്ചിട്ടാണ് എന്തായിരിക്കുമെന്ന് നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നത്. വലിയൊരാളാണ്, സമുന്നതനാണ്, ധനാഢ്യനാണ്, കോടീശ്വരനാണ്, ഔദാര്യശീലനാണ്. അങ്ങനെ ഒരാളാണ് നന്മ, വീണ് വരെ വാ ഞാൻ നിനക്കൊരു നന്മ കരുതി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ആ തരുന്ന ആളുടെ വലിപ്പം അനുസരിച്ചിട്ടായിരിക്കും ആ നന്മ. ദൈവം ഒരു നന്മ തരാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആങ്ങളെ ഗൾഫിൽ നിന്ന് വരുമ്പോൾ തരുന്ന ഒരു നന്മ പോലെ ആയിരിക്കില്ല. അദ്ദേഹം തന്നാലും അതൊന്നും മോശമാണെന്നല്ലാട്ടോ പറയുന്നത്, തരാനുള്ള മനസ്സ് അദ്ദേഹത്തിനുണ്ടായല്ലോ. അദ്ദേഹം തന്ന നന്മ എന്താ? നിങ്ങൾക്ക് കണക്ക് കൂട്ടാനും നിങ്ങളുടെ കാൽക്കുലേറ്ററിൽ കൊള്ളിക്കാനുള്ളതുള്ളൂ. പക്ഷെ നിങ്ങളെ ഇഷ്ടപ്പെട്ടിട്ട് ദൈവം പറയുകയാണ്, മോനെ ഞാൻ നിനക്കൊരു നന്മ തരണം എന്ന് ഓർത്തിട്ട് ഒത്തിരി നാളായി, ഞാൻ ഈ മാസം തീരുന്നതിനേക്കാൾ മുമ്പ് ഒരു നന്മ ഞാൻ നിനക്ക് തന്നേക്കാം കേട്ടോ എന്ന് ദൈവം പറഞ്ഞാൽ, ഇത് പറയാൻ പറ്റാത്ത ദൈവത്തെ ഒന്നും അല്ലെന്നേ ഞാനീ പറയുന്നേ. നിങ്ങൾ പ്രാർത്ഥിക്കുക, നിങ്ങൾ ആഗ്രഹിക്കുക, നിങ്ങൾ ദൈവത്തോട് പറ, സ്വർഗം നിന്നിൽ പ്രസാദിച്ചിട്ട് പറയുക, ഈ ഫെബ്രുവരി തീരുന്നതിനേക്കാൾ മുമ്പ് ഞാൻ നിനക്കൊരു നന്മ തരൂടെ മോനെ, തരൂടി മോളെ എന്ന് ദൈവം പറഞ്ഞാൽ, എൻ്റെ പൊന്ന് ദൈവമക്കളെ, അതെന്തായിരിക്കുമെന്ന് ഇവിടുത്തെ കാൽക്കുലേറ്ററൊന്നും അത് കണക്ക് കൂട്ടാൻ പോലും പറ്റില്ല കേട്ടോ. അപ്പോൾ ദൈവം നന്മ തരുന്നവനാണ് എന്നീ വാക്യത്തിൽ പറയുന്നു. ആകാശത്തു നിന്നും മഴ തരിക, ഫലപുഷ്ടിയുള്ള കാലങ്ങൾ തരിക, ആഹാരം തരിക, സന്തോഷം തരിക, തൃപ്തിയാക്കുക. എന്തൊക്കെ കാര്യങ്ങളാണ് ദൈവം ചെയ്യുന്നത്. ഈ ആകാശത്ത് നിന്ന് മഴ പെയ്യുക എന്ന് പറഞ്ഞ് എടുത്തു പറയുന്നത് എന്തിനാണെന്നറിയാമോ? ഭൂമിയിൽ മനുഷ്യർക്ക് അന്നത്തെ കാലത്ത് കൃഷിയൊക്കെ ചെയ്ത് ജീവിക്കണമെങ്കിൽ മഴയും വെള്ളവും ആവശ്യമാണ്. മഴ പെയ്യാത്ത കാലത്ത് മനുഷ്യൻ എങ്ങനെയാണ് ഈ കൃഷിയൊക്കെ ചെയ്യുന്നത്? ഇരട്ടി അധ്വാനമാണ്. കൃഷിക്കാർക്കറിയാം. അവർ വിത്തൊക്കെ പാകിയിട്ടോ ഏതെങ്കിലും കാര്യങ്ങളൊക്കെ നട്ടിട്ടോ മഴയ്ക്ക് വേണ്ടി കാത്തിരിക്കും. ഇന്ന് മഴ പെയ്തില്ല, മഴയ്ക്കുള്ള ചൂടുണ്ട്, മഴയ്ക്കുള്ള കാറുണ്ട്, പെയ്തില്ലല്ലോ എന്ന് പറഞ്ഞിരിക്കും. മഴ പെയ്തില്ലെങ്കിൽ ഇവരെന്ത് ചെയ്യുന്നറിയാമോ? ഇന്ന് മോട്ടറൊക്കെ ഉണ്ട്, എളുപ്പമാണ്, ഒരു ഓസ് ഇട്ടിട്ടങ്ങ് നനച്ചാൽ മതി. പണ്ട് കാലത്ത് വെള്ളം തേവിക്കൊണ്ട് അല്ലെങ്കിൽ എവിടെ നിന്നെങ്കിലും തിരിച്ചുകൊണ്ട്, എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ കുളത്തിൽ കിടക്കുന്ന വെള്ളം തുലാവ് എന്ന് പറയുന്ന, ഇപ്പോൾ പറഞ്ഞാൽ അറിയുമെന്നറിയില്ല, തുലാക്കൊട്ട കേട്ടിട്ടുണ്ടോ? മനുഷ്യൻ ആഴത്തിൽ കിടക്കുന്ന വെള്ളം മോട്ടറൊന്നും ഇല്ലാത്ത കാലത്ത് കോരിക്കൊണ്ട് വന്ന് ചെറിയ കൈത്തോട് വെട്ടി അതിലൂടെ ഒഴുക്കി കൃഷിസ്ഥലത്ത് എത്തിക്കുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ തലയെ ചുമ്മി ഓരോ നടുതലയുടെ ചോട്ടിൽ കൊണ്ടൊഴിക്കുക എന്ന് പറയുന്നത് ഇരട്ടി അധ്വാനമാണ്. നട്ടുവളർത്തുന്നതേ അധ്വാനം. അതിന് മഴയില്ലാതെ പോയാൽ വെള്ളം ചുമ്മിക്കൊണ്ട് പോയി നനയ്ക്കുക എന്ന് പറയുന്നത് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെന്നറിയില്ല. ഞാനിത് പറയുമ്പോഴേ ചിന്തിക്കുന്നവർക്ക് ഇത് പിടികിട്ടുള്ളൂ, ചുമ്മാ ഇരുന്ന് കേൾക്കുന്നവർക്ക് പിടികിട്ടിയാൽ. കഷ്ടപ്പാട് 3 ഇരട്ടിയാകുന്നേ. വെള്ളം കോരണം, ചുമ്മണം, ഇതെല്ലാം. പക്ഷെ ആകാശത്തുനിന്ന് മഴ പെയ്താലോ ഒരു 3 ഇരട്ടി പണി കുറവുണ്ട്. അപ്പം നിൻ്റെ അധ്വാനത്തോട് ഒന്നും കൂട്ടാതെ കുറേ കാര്യങ്ങൾ ദൈവം തമ്പുരാൻ അങ്ങ് ചെയ്തു തരും. നീ നടണം, കിളയ്ക്കണം, പക്ഷെ ഞാൻ മുളപ്പിക്കാം, ഫലം കായ്പ്പിക്കാം, മഴ പെയ്യിപ്പിക്കാം, അത് തമ്പുരാനോട് ചെയ്താൽ അതൊരു പാർട്ട്ണർഷിപ്പ് പോലെ ആവില്ലേ ആ കൃഷി? ദൈവം നിൻ്റെ പാർട്ട്ണറായാൽ, എന്താ ഈ പറയുന്ന ഞാൻ, കർത്താവിന് സ്തോത്രം. അത് കൃഷിയുടെ ആണെങ്കിലും ബിസിനസ്സിൻ്റെ ആണെങ്കിലും ദൈവം തമ്പുരാൻ ചെയ്യുമെന്നേ, നല്ല മനുഷ്യർക്ക് വേണ്ടി. പിന്നെ എന്താ അവിടെ എഴുതിയിരിക്കുന്നത്? ഫലപുഷ്ടിയുള്ള കാലങ്ങൾ, നല്ല കാലം നിനക്ക് തരിക, നട്ടാ മുളയ്ക്കുന്ന, തിന്നാൻ തൃപ്തി വരുന്ന ആഹാരവും എന്തുവാട്ടെ, സന്തോഷവും, ഇതെല്ലാം നൽകി ഏറ്റവും പ്രധാനപ്പെട്ടത് തൃപ്തിയാക്കുക. മനുഷ്യനെ തൃപ്തിയാക്കാൻ ഏറ്റവും പാട്, മൃഗങ്ങൾക്കെല്ലാം തൃപ്തി വരുത്താൻ, നിങ്ങളുടെ വളർത്തുന്ന പൂച്ചയ്ക്കോ ഒരു നായ്ക്കുട്ടിക്കൊക്കെ തൃപ്തി വരുത്താൻ എന്തെങ്കിലുമൊക്കെ ഒരു 100 രൂപയുടെ കേസ് കൊണ്ട്, ഞാൻ പറയുന്ന കമ്പയർ ചെയ്യുന്ന നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് കേട്ടോ,
ഒരു വളർത്തുമൃഗത്തെ തൃപ്തി വരുത്താം. 100 രൂപ. ചില അവന് എന്താ നമ്മളൊക്കെ നല്ല പെറ്റായിട്ട് നിൽക്കുന്നതാണ്. ഒരു ബിസ്ക്കറ്റ് മേടിച്ച് കൊടുക്കുമോ, എന്തെങ്കിലും മേടിച്ച് കൊടുത്താൽ നായ്ക്കുട്ടിക്ക് തൃപ്തിയായി, വളർത്തുന്ന മൃഗത്തിന് തൃപ്തി. പക്ഷെ മനുഷ്യന് അങ്ങനാണോ? തൃപ്തിയാക്കാൻ പാടാണ്, വലിയ പാടാണ്. നിങ്ങളുടെ ജീവിത പങ്കാളിയെ, നിങ്ങളുടെ പിള്ളേരെ, നിങ്ങളുടെ അപ്പനെ അമ്മയെ, നിങ്ങളുടെ സഭയുടെ ശുശ്രൂഷകനെ, അയ്യോ വലിയ പാടാണ്. പ്രിയപ്പെട്ടവരെ, വലിയ പാടാണ് മനുഷ്യനെ തൃപ്തിയാക്കാൻ. എന്നാൽ ദൈവം മനുഷ്യനെ തൃപ്തിയാക്കും. ചോറോ കറിയോ കൂട്ടാനോ വസ്ത്രമോ മാത്രം തന്നിട്ടല്ല. മനുഷ്യൻ തൃപ്തിയാകാൻ വസ്ത്രം പോരാ, ആഹാരം പോരാ. മനുഷ്യൻ തൃപ്തിയാകണമെങ്കിൽ അവന് സന്തോഷം വേണം, സമാധാനം വേണം. അങ്ങനെ കുറേ കാര്യങ്ങൾ മാനസിക തലത്തിലൊക്കെ ഉണ്ടെങ്കിലേ തൃപ്തിയാകത്തുള്ളൂ. ഇതെല്ലാം ദൈവം തരും. പ്രിയരേ, കർത്താവിനെ കൊണ്ട് ഇന്നും അത് കഴിയും. ഇന്നും ദൈവം അത് ചെയ്യും. ഞാൻ ഈ മാസം വീണ്ടും പ്രാർത്ഥിക്കാൻ പോവുക ഈ വാക്യം വെച്ചുകൊണ്ട്. ഞാൻ വിശദീകരിച്ച ഭാഗങ്ങൾ ഇനി ആവർത്തിക്കുന്നില്ല. ഈ ഭാഗം നിങ്ങൾ അടിവരയിട്, നിങ്ങൾ ശ്രദ്ധിക്ക്, നിങ്ങൾ പ്രാർത്ഥിക്ക്. എന്നിട്ട് ദൈവത്തോട് പറ, ദൈവമേ, ഞാനൊരു അസ്വസ്ഥനാണ്, അസംതൃപ്തനാണ്. എൻ്റെ കുടുംബത്തിൽ, എൻ്റെ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ, എൻ്റെ ജോലിയിൽ ഞാൻ ഇത്രയും പഠിച്ചിട്ട് എങ്ങും എത്താത്തതുകൊണ്ട് ഞാൻ അങ്ങ് അസംതൃപ്തനാണ്. എന്നെ ഒന്ന് തൃപ്തനാക്കണേ എന്ന് ദൈവത്തോട് പറയാൻ നിങ്ങൾക്ക് മനസ്സ് വയ്ക്കാൻ പറ്റുമോ? കർത്താവ് അത് ചെയ്യുമെന്ന് വേദപുസ്തകത്തിൽ കണ്ടാൽ നമുക്കത് അവകാശമാക്കാം. നമ്മുടെ ഭാഗത്തിൽ നമ്മൾ ചെയ്യേണ്ടത് ചെയ്താൽ മതി. ഞാനിപ്പോൾ നിർത്താൻ പോവുക. ഇങ്ങനെയുള്ള വാക്യങ്ങൾ കാണുമ്പോൾ ഞാൻ സാധാരണ ചെയ്യുന്നത്, ഞാൻ ആ വാക്കുകൾ അടിവരയിട്ട് ഹൃദയത്തിൽ സംഗ്രഹിക്കും. എന്നിട്ട് ആ വാക്യം വെച്ച് പ്രാർത്ഥിക്കും. ഞാൻ കണ്ടപ്പാ അങ്ങയുടെ പുസ്തകത്തിൽ അങ്ങ് അനേകരെ തൃപ്തിയാക്കി, അനേകർക്ക് ഫലപുഷ്ടിയുള്ള കാലം കൊടുത്തു, അനേകർക്ക് മഴ കൊടുത്തു. ദൈവമേ, അനേകർക്ക് നന്മ ചെയ്തു, ആഹാരം കൊടുത്തു, സന്തോഷിപ്പിച്ചു. എന്നെ കൂടെ, എൻ്റെ കുഞ്ഞിനെ കൂടെ, ഞങ്ങളുടെ കുടുംബത്തെ കൂടെ എന്ന് പറഞ്ഞ് കർത്താവിൻ്റെ അടുക്കലിരുന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ നമ്മളോടും കരുണ കാണിക്കും, നമുക്കും അത് തരും. ഞാൻ അങ്ങനെയാണ് വചനം കണ്ടെത്തി ഒരുപാട് പ്രാർത്ഥിക്കുകയും എൻ്റെ ജീവിതം ധന്യമാക്കുകയും ചെയ്യുന്നത്. നിങ്ങളും ഈ വാക്യം കണ്ടിട്ട് ദൈവം ചെയ്യുന്നൊരു കാര്യമായിരിക്കാൽ ഈ കാലഘട്ടത്തിലും അത് നടക്കാൻ വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കണേ. ദൈവം അത് ചെയ്യട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, മഹാദയാലുവായ ദൈവം ആയിരങ്ങളെ തൃപ്തിയാക്കി, 10,000 ആളുകൾക്ക് ആഹാരം കൊടുത്തു, ഒത്തിരി പേരെ അങ്ങ് സന്തോഷിപ്പിച്ചു. ഫലപുഷ്ടിയുള്ള കാലങ്ങൾ എത്രയോ പേർക്ക് ദൈവം കൊടുത്തു. അനേകരുടെ അധ്വാനം ഇരട്ടിയാകാതിരിപ്പാൻ അങ്ങൂടെ സഹകരിച്ചു. എൻ്റെ കർത്താവെ, ഒരുപാട് പേർക്ക് അങ്ങ് നന്മ ചെയ്തു. ഇത് കേൾക്കുന്ന ചിലർ എൻ്റെ ദൈവത്തോട് അങ്ങൊരു നന്മ ചെയ്തിരുന്നെങ്കിൽ, അങ്ങെന്നെ സഹായിച്ചിരുന്നെങ്കിൽ, എനിക്കൊരു ശുഭകാലം തന്നിരുന്നെങ്കിൽ, എൻ്റെ ദൈവം എന്നെ തൃപ്തിയാക്കിയിരുന്നെങ്കിൽ എന്ന് കൊതിക്കുന്നവരുണ്ടപ്പാ. അവരെ ഒന്ന് ദൈവം നോക്കണേ. ഞാൻ ഈ പറഞ്ഞു കൊടുക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയിലായിരിക്കാൽ അങ്ങയുടെ ആത്മാവിനെ അനുസരിച്ച് ആരെങ്കിലും പ്രാർത്ഥിക്കുമ്പോൾ എന്നെ കൂടി തൃപ്തിയാക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ അവരെ ദൈവം പരിഗണിക്കണേ. അടിയൻ പ്രാർത്ഥിക്കുന്നു ഈ രാവിലെ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിച്ച് അപേക്ഷിക്കുന്നു. കേൾക്കണേ സ്വർഗീയ പിതാവേ. ആമേൻ.